മിഴി രണ്ടിലും മൗനരാഗവും എൻ്റെ തമിഴും ഇത് രണ്ടും എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇവളെ അടക്കം തന്നത് മിഴി രണ്ടിലുമാണ്. ഇത് വളയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. പക്ഷെ ഞാൻ അറിയാതെ വളഞ്ഞു അത് കേട്ടിട്ട് സോറി. ഐ ലവ് യു എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടപ്പോ എല്ലാരും ഒരുമിച്ച് ഷോക്കായി. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പൊ എന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. അഴുക്ക് വെരി നെഗറ്റീവ് ക്യാരക്ടർ ആണ്. എന്തോ പറ്റില് ഉള്ളതൊക്കെ പുറത്ത് പറയണ പോലെ ഫീൽ ആവുന്നുണ്ട് എനിക്ക്. ഇത് മീഷോ വാങ്ങിച്ച ദുൽഖർ. അതായത് മീഷോ ദുൽഖർ. നിനക്കൊക്കെ മീഷോ മതി. അമ്മാൽ സൂഫി അത് അമ്മാലൊന്നല്ലല്ലോ, മേഘയല്ലേ, ഇത് മതി. സമാന്താന്റെ ഒരു ഭയങ്കരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ തന്നെ. ആണോ? സമന്ത ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? സമാന്ത ഞാൻ പറയില്ല കേട്ടോ, ട്രസ്റ്റ് മീ. പോട്ടെ. നിങ്ങളുടെ വെഡിങ് ന്യൂസിന് താഴെ നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളാണ് ഞാൻ. എടി ഞാൻ കരേനെ കണ്ട് പാച്ചും കരഞ്ഞു, പിന്നെ രണ്ടൊരു കൂട്ടക്കരച്ചില്ലായിരുന്നു. തമ്മിൽ മനപ്പൊരുത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വരും. ഇത് സമ്മതിക്കില്ല, ഇത് സമ്മതിക്കില്ല, ഒലക്കിവിടെ ഒലക്കിവിടെ. എനിക്കത് ഹൈഫൈ തന്നല്ലെങ്കിൽ ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റി കയറും. എന്തോ പാവം ചേച്ചി, ഞാൻ പറയുന്നത് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പാവമാണ്, സമ്മതിച്ചു. നീ ഇങ്ങനെ സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ, പാവം ഹേർട്ടോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഇപ്പം സൽമാൻ നിങ്ങൾ 5 മക്കളല്ലേ? ലൈക്ക് ഏറ്റവും ഇളയ മോനാണല്ലേ? അപ്പൊ ഏതെങ്കിലും സിസ്റ്റേഴ്സ്, ലൈക്ക് ബ്രദറോ സിസ്റ്ററോ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ 2 വർഷമായി എന്റെ പുറകെ കൂടിയിട്ട്? ഞാൻ ഈ ഡിസിഷൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം സംസാരിക്കണത് ഈ ബെസ്റ്റ് ബഡ്ഡിന്റെ അടുത്താണ്, ഫ്രണ്ടിന്റെ അടുത്താണ്, മീത്തുവിന്റെ അടുത്ത്. പേരൊക്കെ പഠിച്ചു. മീത്തുവിന്റെ അടുത്താണ്. മീത്തുവിന്റെ അടുത്ത് ഞാനിത് ചർച്ച ചെയ്തിട്ട് ദ വെരി നെക്സ്റ്റ് തിങ് ഞാൻ പറയണത് എൻ്റെ മൂത്ത ബ്രദർ ഉണ്ട്. പുള്ളിയാണ് ഇപ്പം എൻ്റെ ഉപ്പ മരിച്ചു പോയതാണ്. അപ്പോൾ പുള്ളിയാണ് ഇപ്പോൾ ആ സ്ഥാനത്തും ഞങ്ങൾ എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്യുന്നത്, എൻ്റെ എല്ലാ നല്ലതും മോശമൊക്കെ പുള്ളിയാണ്. അപ്പോൾ പുള്ളീൻ്റെ അടുത്താണ് ഞാൻ ആദ്യം സംസാരിക്കുന്നത്. പിന്നെ പെങ്ങളുമാണ് എപ്പോഴും ഭയങ്കര കമ്പനിയാണ്, എന്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതി. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെയാണ് പറയണത്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, ഒരു അഡ്വക്കേറ്റ് ഇക്ക നെക്സ്റ്റ് ഡേ പിന്നെ ഇക്കാൻ്റെ അടുത്തും ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പം എതിർപ്പ് തന്നെ ആയിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാജുവലി വരും. ഓക്കെ. അപ്പം സൽമാനെ നമ്മളാണെങ്കിൽ മൗനരാഗം 2 കണ്ടിട്ടുണ്ട്, അമ്മ അറിയാതയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സെറ്റും ഏറ്റവും കൂടുതൽ ആ ഒരു സെറ്റിൽ നിന്ന് പിരിഞ്ഞു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് മിഴി രണ്ടിലും ആ ഒരു സെറ്റ് ആയിരിക്കും അല്ലേ? മിഴി രണ്ടിലും ടു ബി ഫ്രാങ്ക്, ടു ബി ഹോണസ്റ്റ്, മിഴി രണ്ടിലും മൗനരാഗവും എൻ്റെ തമിഴും ഇത് രണ്ടും എൻ്റെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ബിക്കോസ് ഞാൻ ആദ്യം ചെയ്ത പ്രൊജക്ട് അമ്മേറിയാതെ ഏഷ്യാനെറ്റിലാണെങ്കിലും എനിക്ക് മലയാളത്തിൽ വൻ ബ്രേക്കും ഹൈപ്പും ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസും സ്നേഹവും എല്ലാം ഇവളെ അടക്കം തന്നത് മിഴി രണ്ടിലുമാണ്. നേരെ മറിച്ച് തമിഴ് എനിക്ക് ഒരിക്കലും അതിനൊരു സെക്കൻഡായിട്ട് കാണാനേ പറ്റില്ല. കാരണം എൻ്റെ കരിയറിന്റെ ഒരു മൊത്തം എൻ്റെ ഹോൾ കരിയറിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് തമിഴാണ്. കാരണം ഞാൻ അമ്മേരാതെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബിഗിനർ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ്, ആദ്യമായിട്ട് ക്യാമറന്റെ മുമ്പിൽ നിൽക്കണേ. അപ്പോൾ ഒരു ആക്ടറിന്റെ റൈറ്റ്സ് എന്താണ്, ഒരു ആക്ടർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവനക്ക് എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നുള്ള ഇങ്ങനത്തെ കുറേ പല സംഭവങ്ങളൊക്കെ എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ദ ഹോൾ തിങ്, അതായത് നമ്മളൊരു ഡിഗ്രി നമ്മൾ ലാസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഫസ്റ്റ് ലെസൺ എല്ലാം പഠിക്കുമല്ലോ. സോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു ആക്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ എല്ലാ റൈറ്റ്സ് എന്താണ്, എങ്ങനെ നിൽക്കണം, അതായത് ഞങ്ങൾക്കും ഉണ്ട് റൂൾസും റെഗുലേഷൻസും സെൽഫായിട്ട് പാലിക്കേണ്ടത്, നമുക്കുണ്ട് ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്. ഇപ്പൊ ആക്ടർ എന്ന് വിചാരിച്ചിട്ട് എല്ലാം വേണം, എല്ലാം കിട്ടണം, അങ്ങനെയൊന്നുമില്ല. നീ ചോദിക്കേണ്ട രീതിയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കേണ്ട കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട ഇതൊക്കത്തിൻ്റെയും ബേസ് എനിക്ക് കിട്ടണത് തമിഴിൽ നിന്നാണ്. തമിഴിൻ്റെ എൻ്റെ ഡയറക്ടർ സാറും എൻ്റെ ടീമും ഞാൻ അതിൽ നിന്ന് പഠിച്ച എൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ ദ ബെസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളിപ്പോൾ നല്ലൊരു കോളേജിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ആക്ടിങ്ങിൽ കിട്ടിയ നല്ലൊരു
കോച്ചിങ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ തമിഴ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഫോളോ അപ്പ് ചെയ്തും പാലിച്ചുകൊണ്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഹിറ്റായിരുന്നു. തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ സ്നേഹവും ഇപ്പം ഞാനിപ്പോൾ ലുലുവിൽ പോവുകയാണെങ്കിൽ, കാരണം അവിടെ തമിഴ് ആൾക്കാരും മലയാള ആൾക്കാരും ഒരുമിച്ച് വരുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നു. ഇപ്പം ഞാൻ അവിടെ പോവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ തമിഴ് തീർന്നിട്ട് ഓൾമോസ്റ്റ് 2 വർഷം ആവാറായി. ഇപ്പോഴും തമിഴ് ആൾക്കാർ കണ്ടാൽ ആ പേരും പറഞ്ഞിട്ട് അടുത്ത് വന്ന് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാഗ്യം, കരിയർ പരമായിട്ട് എൻ്റെ ഭാഗ്യം ചോദിച്ചെങ്കിൽ എപ്പോഴും അതും ഇതും ഈക്വലി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ എനിക്കറിയില്ല, ഇപ്പം നാളെ ഞാൻ വേറൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴും സഞ്ജുവിന്റെ പുതിയ പ്രൊജക്ട് കണ്ടെന്ന് തന്നെയായിരിക്കും പിന്നെ പറയുന്നത്. ആ പേര് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആണ്. ഭയങ്കര രസം എനിക്കത് കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ അത് പറയുന്നത്. ഓക്കെ. അപ്പം സൽമാൻ പോയതിനു ശേഷം മേഘന്റെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അത്രയും നാളും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന ആള് പെട്ടെന്നാണെങ്കിൽ ഇനി സെറ്റിൽ ഇല്ല. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞു, സൽമാൻ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ സെറ്റ് ആണെങ്കിൽ എന്താ പറയാ, ഉറങ്ങി കിടക്കണ പോലെയാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇനിയിപ്പോ ഇല്ല, സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചോദിച്ചാൽ, അല്ല ആദ്യം മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ഓബ്വിയസ്ലി ലവ് ഫാക്ടറും ഫ്രണ്ട്ഷിപ്പ് എവറിത്തിങ് പീസ് ഹാപ്പിനെസ് എല്ലാം ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പം അഫ്കോഴ്സ് വിൽ ബി ബ്രോക്കൺ. നോ, അന്ന് രാവിലെ ഐ റിമെമ്പർ ഞാൻ സെൽഫ് മേക്കപ്പാണ്. മേക്കപ്പ് ഇടുന്ന സമയത്ത് കണ്ണെഴുതും, കണ്ണിൽ നിന്ന് വെള്ളം ഇറങ്ങും, തുടയ്ക്കും, വീണ്ടും എഴുതും, തുടയ്ക്കും, ഇങ്ങനെ തന്നെയായിരുന്നു ദി ഹോൾ ടൈം. എന്നിട്ട് സെറ്റിൽ പോയതിനു ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഇനി സൽമാൻ ഉണ്ടാവില്ല എന്ന്, ഡ്യൂ ടു ഡേറ്റ് ഇഷ്യൂസ് മാറേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് കരച്ചു നിർത്താൻ പറ്റുന്നില്ല, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ദി ഹോൾ ടൈം. ആൻഡ് ദെൻ ലൈക്ക് ആഫ്റ്റർ എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര വിഷമായിരുന്നു. അതിലേക്ക് ഞാൻ ഇങ്ങനെ പാച്ചുവിന് വീഡിയോ കോളൊക്കെ വിളിച്ച് ഞാൻ കരയണ കണ്ട് പാച്ചും കരഞ്ഞ്, പിന്നെ 2 കൂട്ടക്കരച്ചില്ലായിരുന്നു. കൂട്ടിക്കൂട്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു. പിന്നെ ഇറ്റ് വാസ് ഇൻ ദി സെയിം സെറ്റ്. പിന്നെ എന്തായിരുന്നു, നേരത്തെ ഒരു വെക്കേഷന് പോകുന്ന പോലായിരുന്നു എനിക്ക്. ഐ യൂസ് ടു ലവ് ഗോയിങ് ടു ദാറ്റ് സെറ്റ്. പിന്നെ പാച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഫുൾ സെറ്റും ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ ഒരു വർക്കിന് പോകുന്ന പോലെ ഫീലായിരുന്നു എനിക്ക്. വർക്ക് ചെയ്യാ വരാം, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ഒക്കെ ഇട്ട് അത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്യൽ? ആ ഒരു ബോണ്ട് ഒന്നും കാണില്ലായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ, ഇവിടെ ആകെ പോകുന്നത് വർക്ക് പോകും തിരിച്ചു വരും, വീട്ടിൽ പോകും കോളേജിൽ പോകും തിരിച്ചു വരും. വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ് കാര്യങ്ങളോ പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അമ്മക്ക് ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തൊന്ന് മീറ്റ് ചെയ്യുന്ന പരിപാടീസ് കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ജസ്റ്റ് സം കോൾസ്, സം വീഡിയോ കോൾസ്. എന്നിട്ട് എങ്ങനെയാണ് അത് കീപ്പ് ചെയ്ത് പോയി ഇവിടം വരെ എത്തി നിൽക്കുന്നത്? താങ്ക്സ് ടു ടെക്നോളജി, മൊബൈൽ അല്ലേ? ലൈക്ക് അങ്ങനെയാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണത്തിന്റെ ലൈക്ക് ഇപ്പം പെട്ടെന്നുള്ളതായിരുന്നു, ഉറ്റ സുഹൃത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ ഫാമിലീനെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് നെഗറ്റീവ് കോമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വീട്ടുകാർക്ക് താല്പര്യം ഇല്ലാണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ലൈക്ക് ഇപ്പം അതിന് ഇതായിട്ട് മേഘയാണെങ്കിൽ ഒരു പോസ്റ്റ് അച്ഛൻ്റെ ഒപ്പമുള്ള പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ താഴെ നോക്കുമ്പോഴാണെങ്കിൽ അച്ഛൻ തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ വെച്ചിട്ട് എന്താണ് ഇവർക്ക് അങ്ങനെ അത്രയും നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛന്റെ ഫുള്ള് ഫോട്ടോ വരെ ഇട്ടു. എന്നിട്ട് അച്ഛൻ തിരിഞ്ഞ് നിൽക്കുവാന്ന് പറഞ്ഞിട്ട് അതിനകത്തും പറയുന്ന ആൾക്കാർ. ആക്ച്വലി അച്ഛൻ്റെ അന്ന് അച്ഛൻ പിക്ക് എടുത്തായിരുന്നു, പക്ഷെ ഞങ്ങൾ ഫോണിൽ എടുക്കാൻ വിട്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും കിളി പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളത് ചിന്തിച്ചു. ആക്ച്വലി അച്ഛൻ വരുന്നത് വരെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്ത്, കാരണം ഞങ്ങളുടെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്, സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നോർമൽ ക്യാമറ വെച്ചിട്ടും 2 ഐഫോണിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പക്ഷെ പുള്ളിക്കാരനെ കണ്ടിട്ട് ഇവിടെ പാനിക്കായപ്പോൾ മൊത്തം എല്ലാവരും അത് വിട്ടുപോയി. പിന്നെ അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് എന്ന് എല്ലാവരും മാറി. കാരണം എല്ലാവരും ഒരു പ്രോബ്ലം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇനിയിപ്പോ എന്താവും നെക്സ്റ്റ് സീൻ എന്താവും അറിയില്ലല്ലോ. പക്ഷെ പുള്ളി ഭയങ്കര കൂളായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റക്കായിട്ട് നിന്ന്, ഞങ്ങളും സ്റ്റക്കായിട്ട്, ഞങ്ങൾക്ക് അത് തലയിൽ പോയില്ല പിക്ക് എടുക്കേണ്ട ഒരു സാധനം.
പക്ഷെ അത് തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആരോ കാൻഡിഡ് ആയിട്ട് ബാക്കിൽ നിന്ന് എടുത്തോണ്ടിരുന്നതാണ്. അത് ഞങ്ങൾ പിന്നെയാണ് കാണുന്നത്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അയ്യോ നമ്മൾ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഞെട്ടിയതാരാ? നിങ്ങളുടെ ആ ഒരു ഷോക്ക് ആയതാരാ? ഒബ്വിയസ്ലി മലയാളികളൊക്കെ ഷോക്ക്ഡ് ആണ്, അതല്ലാണ്ട് നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ആരെങ്കിലും ഭയങ്കര എല്ലാരും. കാരണം ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതറിയാന്ന് മീത്തുവിന് അറിയാം, ഞങ്ങളുടെ ഫാമിലി കുറച്ച് ആൾക്കാർക്കറിയാം. വെരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പശുവിന്റെ ബ്രദേഴ്സ്. അതും ഈ ഡേറ്റ് അറിയില്ല. ആക്ച്വലി ഡേറ്റ് 5th ആയിരുന്നില്ല, 17th ആയിരുന്നു, February 17th ആയിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ സീവിയർ ആയതുകൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ ആ ഒരു നോട്ടീസ് ലീക്കായി തുടങ്ങി, ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നത് കൊണ്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഓവർ ഡിലേ ആക്കണ്ട, കാരണം ലീഗലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രശ്നമില്ലല്ലോ, വൈഫായല്ലോ, ബാക്കി വൈഫിന്റെ റൈറ്റ് വെച്ചിട്ട് അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ടാണ് പ്രീപോൺ ചെയ്തതാണ് ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് സാറ്റർഡേ എന്തോ പ്ലാൻ ചെയ്യുന്നു, സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 4 days കൊണ്ടാണ് മൺഡേ ആണ് ഡ്രസ് എടുത്തു, ട്യൂസ്ഡേ ഡ്രസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി, കല്യാണം. ഇതായിരുന്നു പരിപാടി. ഇല്ല അപ്പൊ ഞാൻ രാവിലെ എണീച്ച് ആണെങ്കിൽ മെസ്സേജ് എടുത്തു, വില്യു ഇപ്പോഴെങ്കിലും പറയോ എന്ന് ചോദിച്ചു. I still hate you. It's like okay fine. No, I had actually, you know, അത് പറയണം, അത് പറയുന്ന മൊമെന്റ് ഒരു ഭയങ്കര സ്പെഷ്യൽ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ 2.5 വർഷം അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഞാനത് പറയുമ്പോൾ ജസ്റ്റ് ഇവള് ആഗ്രഹിച്ചതുകൊണ്ട് പറയുന്ന പോലെ ആവരുത്, ദാറ്റ് ഷുഡ് ബി എ വെരി സ്പെഷ്യൽ മൊമെന്റ് ആവണമെന്ന് വിചാരിച്ച് അതെങ്ങനെ സ്പെഷ്യൽ ആക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ചെറിയൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡേറ്റ് പ്രീപോൺ ചെയ്തല്ലോ. പ്രീപോൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, നത്തിങ്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫൈനലി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് വരുമ്പം മറ്റേ നമ്മുടെ പോപ്പേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് വന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നീ 2-3 പോപ്പേഴ്സും ബലൂണും വാങ്ങിയിട്ട് വന്നു പറഞ്ഞു. അപ്പം ഞാൻ റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ വിചാരിച്ചു കയറുന്നതിന് മുമ്പ് പ്രപ്പോസ്, ഐ മീൻ ലൈക്ക് ജസ്റ്റ് അതൊന്ന് പറയാം. അതൊരു കാരണം ഏറ്റവും സപ്പോർട്ട് നിന്ന ആൾക്കാരാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്, ചുറ്റും കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അഡ്വക്കേറ്റ് ഇക്ക ആണെങ്കിലും. കാരണം എൻ്റെ ലൈഫ് ഏറ്റവും ബെറ്റർ ആവണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവരാണ്. അപ്പൊ അത്രയും അങ്ങനത്തെ ആൾക്കാരുടെ പ്രസൻസിൽ തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തോണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ സമയത്തൊക്കെ പെയിൻ ഞാൻ റിലീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കൂടുതൽ സ്ട്രെസ് എടുക്കാനും പറ്റില്ല, അപ്പൊ ഒന്നും അധികം ചെയ്യാനും പറ്റണില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മൊമെന്റിൽ എങ്ങനെയെങ്കിലും അതൊരു കളർഫുൾ ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പോപ്പേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞു, 2-3 ബലൂൺ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ബലൂണ് നിന്റെ അച്ഛൻ വന്ന് ഡയലോഗ് അടിക്കുന്ന ഇടയിൽ ബലൂൺ പൊട്ടിപ്പോയി ആ വെയിലത്ത് ചൂടിൽ. അതൊന്നും എനിക്കറിയില്ലല്ലോ. ഇല്ല, അവർ ബലൂണൊക്കെ ആ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ ബലൂണും പൊട്ടി ലേറ്റ് ആയിട്ട്. അങ്ങനെ കാരണം അച്ഛനോട് ഒന്നും പറയാനും പറ്റില്ലല്ലോ, പോന്ന് പറയാനും പറ്റില്ല, പ്ലാനും മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് ഞങ്ങളെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് രജിസ്ട്രാർ ഉള്ളിലേക്ക് വിളിച്ചു ഞങ്ങളെ. അപ്പൊ ഞാൻ ഇക്കാനടുത്ത് ഞാൻ സംഭവം പറഞ്ഞായിരുന്നു, അഡ്വക്കേറ്റ് ഇക്കാനടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഫ്രണ്ടിന്റെ അടുത്ത് പോപ്പേഴ്സ് വാങ്ങാൻ പറഞ്ഞിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ അടുത്ത് ചോദിച്ചു അതിൽ ടൈം ചെയ്യുന്നില്ല. അപ്പോഴേക്ക് പെട്ടെന്ന് രജിസ്ട്രാർ ഉള്ളിൽ നിന്ന് വിളിച്ചു. അപ്പൊ എല്ലാവരും ഉള്ളിൽ കയറിപ്പോയി. അപ്പൊ ഞാൻ പോലെ ഇത് ഉറക്കെ പറയാൻ പറ്റില്ല ഇവള്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന അടുത്ത് എന്ത് പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിക്കുമ്പോ എന്റെ അടുത്ത് പോവാണ്, ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പൊ ഇവക്ക് എന്താന്നുള്ളത് മനസ്സിലാവണില്ല. അപ്പൊ ഇവര് വിചാരിക്കണം എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കണം. അപ്പൊ എനിക്കിത് ബാക്കിയുള്ളവരോടൊന്നും ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്, അതുകൊണ്ട് ബാക്കിയുള്ളവരോട് എനിക്കിത് കൺവേ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇക്കെ പറഞ്ഞുല്ലോ. അപ്പൊ എനിക്കിത് ഇവളെ മാറ്റി നിർത്തിയിട്ട് പറയാനും പറ്റണില്ല. മാറ്റി നിർത്തി ഇവളെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ ഇവള് പാനിക്കാവും. അപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. രജിസ്ട്രാറുടെ ഉള്ളിൽ നിന്ന് വിളിച്ച് എനിക്കിത് മറ്റേ ശ്രീനിവാസൻ ഫ്രണ്ട്സിൽ വിസിലടിക്കൂലേ അതുപോലത്തെ അവസ്ഥയായിരുന്നു, എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അപ്പൊ ഭാഗ്യത്തിന് ഞങ്ങളൊരു ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് രജിസ്ട്രാർ ലഞ്ച് ടൈം ആയതുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടൈമിൽ ഞാൻ എല്ലാരെയും പുറത്ത് വിളിച്ചിരുത്തി. അപ്പോഴാണ് പലരും അറിയണത്. അപ്പൊ അങ്ങനെ ഞാൻ ഈ സംഭവം പറഞ്ഞു, ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാരും വിളിക്കാണ്. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എങ്ങനെ പിടിക്കുന്നുണ്ട്, അപ്പൊ എന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. പിന്നെയാണ് കുറച്ച് ഒരു 4 minute ലോങ് ലെക്ചർ ഒക്കെ തന്നതിന് ശേഷം, ലെക്ചർ അല്ല ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, വെരി സ്വീറ്റ് സ്പീച്ച്. ആ സ്പീച്ച് ഒന്ന് 2 വരി ഒന്ന് പറയൂ. അത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലവ് ലൈഫ് ഒക്കെ എനിക്കില്ല എന്ന് വിചാരിച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ കൂടെ നിന്നിട്ട് ഞാനും അത് ഡിസേർവിങ് ആണ്, എനിക്കും വേണം, എനിക്കൊരു ലൈഫ് വേണം, എനിക്കും പറ്റും, സ്നേഹിക്കാൻ ഒരാൾ വേണം. ഈ ലൈൻ വളയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഐ ആക്ച്വലി മെന്റ് ഇറ്റ് ഫോർ ഹിം. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ, ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ വേണം പാച്ചുവിൻ്റെ ലൈഫിൽ,
ഡിസേർവ് ലവ്, യു നീഡ് ടു എക്സ്പീരിയൻസ് ഇറ്റ്, നിനക്ക് അതിനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വളയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഞാൻ അറിയാതെ വളഞ്ഞു പോയി, അത് കേട്ടിട്ട് സോറി. അത് കേട്ട് ഞാൻ അറിയാണ്ട് വളഞ്ഞു പോയി, സോറി കേട്ടോ. മൈ മിസ്റ്റേക്ക്, ഐ ആം സോറി അളിയ. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ ഞാൻ കാരണം എല്ലാവരുടെ എക്സ്പ്രസ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് അത് പറയാൻ പോവാണ്. അപ്പൊ അപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായില്ല എന്താ പറയാൻ പോകുന്നത് ആദ്യമായിട്ട്. പക്ഷെ ഈ ഐ ലവ് യു എന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടപ്പോ എല്ലാവരും ഒരുമിച്ച് ഷോക്കായി. ഞാൻ അപ്പോഴാണ് പറയുന്നത് വിത്ത് ദാറ്റ് റിംഗ് ഐ ഡിഡ് ദാറ്റ് ആൻഡ് വി വെന്റ് ഇൻസൈഡ്, സൈൻ, കല്യാണം കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കാണെങ്കിൽ സന്തോഷത്തിന് കുറച്ചും കൂടെ ഒന്നൊരു മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്താണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ? അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വെക്കും. ഞാൻ 2 ബുക്കും അല്ല ഒരു നോട്ട് പാഡ് തരും. അതിനകത്താണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാണ്ട് ആൻസർ എഴുതണം. ലാസ്റ്റ് നമ്മൾ നോക്കും. ഓക്കെ, റെഡി? റെഡി. ഓക്കെ, അപ്പൊ ഞാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഒരു സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ പോയി? സോറി ട്ടാ. ആ, ടാങ് ടാങ്, 2 പേർക്കും ഉണ്ട്. ഓക്കെ, ഒരു പേന ഒന്ന് കൊടുക്കണേ. ഓർമ്മ തരണേ. ഓക്കെ, അപ്പൊ ഞാനിനി കുറച്ച് ക്വസ്റ്റ്യൻസ് വയ്ക്കും. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കരുത്, തന്നെ എഴുതണം കേട്ടോ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റിലേഷനിൽ ആയിരുന്ന റിലേഷൻ അല്ലായിരുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രൊഡ്യൂസറിന് അറിയില്ലായിരുന്നു. പ്രൊഡ്യൂസറുടെ റിലേഷനിലായിരുന്ന സമയത്ത്, റിലേഷൻ അല്ലാണ്ടിരുന്ന സമയത്ത് പരസ്പരം നൽകിയിരുന്ന ഒരു പ്രോമിസ്. ഒരു പ്രോമിസ് വലുതാക്കി എഴുതണേ. ക്യാമറ കാണാം, വലുതായിട്ട്. കുറെ എഫോർട്ട് ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, വലുതാക്കി എഴുതിക്കോ. എന്താ കഥയാണ് എഴുതണേ? ഇല്ല, വലുതാക്കി എഴുതുന്നുണ്ട്. ആ വലുതാക്കി എഴുതുന്നല്ലേ വലിയ അതെ. ഓക്കെ, ആ എന്താ എഴുതിയേക്കുന്നേ? മേഘ എന്താ എഴുതിയേക്കുന്നേ? മേഘ എന്താ എഴുതിയേക്കുന്നേ? മനസ്സിലാവോ എന്തോ? പ്രോമിസ് ടു ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. എന്താണ്? ഐ വിൽ ഷോ യു എ ബെറ്റർ ലൈഫ് ദാൻ യുവർ കറന്റ് ലൈഫ്. ഓൾമോസ്റ്റ് അല്ല, പക്ഷെ ഒരു പണിഷ്മെന്റ് ഉണ്ട്. ആ പണിഷ്മെന്റ് ഉണ്ട്, എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. എക്സാക്ട്ലി സെയിം, റൈറ്റ്? ടേക്കിംഗ് കെയർ ഓഫ് യു, ടേക്കിംഗ് കെയർ ഓഫ് ഹർ, റൈറ്റ്? അല്ലേ? മീനിങ് ഒന്നാണ്, എന്നാലും എനിക്ക് പണിഷ്മെന്റ് തരണം. അതിനു വേണ്ടി നിങ്ങൾ ഒരു പണിഷ്മെന്റ് എടുത്തേ പറ്റൂ. ഞാൻ കുറെ പണിഷ്മെന്റ് ഉറക്കം വെച്ചിരുന്നൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഞാനാണെങ്കിൽ ഇതൊരു മ്യൂസിക് സെഗ്മെന്റ് ആട്ടോ. അപ്പൊ ഞാൻ ചില റൊമാൻറ്റിക് സിനിമ നെയിംസ് ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ അത് നിങ്ങൾ പറയണം. വല്ലാത്തൊരു പണിഷ്മെന്റ്. ഞാൻ കുറച്ച് സിനിമയുടെ പേര് ഇങ്ങനെ ആക്ട് ചെയ്ത് കാണിക്കും, അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കണം. സിമ്പിളാ. ഓഫ്, വല്ലാത്ത ഇത് എനിക്കുള്ള പണിയാണ്. ഓ, ഇടക്ക് സ്വന്തം ടാലന്റും സ്കില്ലൊക്കെ ആരെങ്കിലും എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാലോ, എങ്ങാനും ബിരിയാണി വിളമ്പിയാലോ. അതെ, ഫസ്റ്റ് വൺ. ഇതെനിക്കറിയത്തില്ല. ഇത് കാണിച്ചതാണോ? അല്ല, ഇത് ശരിക്കും അല്ല. ഞാൻ തരാം. 3 വേർഡ്സ് ഉണ്ട്. മിഡിൽ വേർഡ് 2 പേരുണ്ട്. ഞാൻ മാത്രം. ഗേള്, പെണ്ണ്, മേഘ. മന്ദബുദ്ധി. നിനക്ക്, നിന്റെ. പറയട്ടെ? എന്ന് നിന്റെ മിഡില് വരുന്ന വേറൊന്നും എനിക്ക് അറിയില്ല ആക്ച്വലി. ഇത് ടാലന്റ് ഉണ്ടോന്നല്ല കേട്ടോ, പുള്ളിക്കാരത്തിന് ടാലന്റ് ഉണ്ടോ അല്ലേ? സിനിമയിൽ എടുക്കാൻ ആർക്കെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് ടാലന്റ് ഉണ്ടോന്നും അല്ല, എനിക്കത് അറിയുന്നോണ്ടാണ്. എന്റെ ബുദ്ധിയാണ്. ഓക്കെ, എങ്ങനെ കാണിച്ചിരിക്കും? ഒരു മുസ്ലിം നെയിം ആണെന്ന് കാണിക്കാൻ. അന്നാ പിന്നെ ഉസ്മാൻ ആയിക്കൂടെ? അപ്പൊ ഇന്ന് നിന്റെ ഉസ്മാൻ ആർക്കാ പരാതി? അല്ലേ, ആർക്കാ പരാതി? പരാതിയുണ്ട്, ഞങ്ങൾക്ക് പരാതിയുണ്ട്. അതെ, മോതിരം. ഓ ഓ, ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. ഓക്കെ, അടുത്തത്. തടി, ബൈക്ക്, മസില്, ജിമ്മ്. മസിലല്ലേ ഇത്? ആംസ്, ബൈക്ക്, ചണ്ട. എന്തത്?
ഇത് ബൈക്കല്ലാട്ടോ ഇത് ഷോൾഡർ, ഏയ്. കാല്. ബോഡി, ശരീരം, ബോഡി. അത് ഇങ്ങനെ കാണിച്ചിവിടെ. ഓ സോറി, അത് ബുദ്ധി എനിക്കില്ല. ശരീരം, നിന്റെ ശരീരം. ബോഡി. ഗാർഡ്, അടിപൊളി 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 അടിപൊളി. ബോഡി ഗാർഡ്. ഓ, ഒരെണ്ണം കൂടെ ഉണ്ട്. മൂന്നാമത്തെ കേട്ടാ. ഉറങ്ങി, ഉറങ്ങി. ഡ്രീം, കണ്ണാ നീ കനവ്, ഡ്രീം, സ്വപ്നം, ലൈറ്റ്, പ്രകാശം, സൂര്യൻ, ചന്ദ്രൻ, തെങ്ങ്, സ്വപ്നം കൂട്. അടിപൊളി. ഓക്കെ, അടുത്തതാണ് എഴുതണേ. അടുത്ത ഫോറിൽ എഴുതിക്കോ. ഒരുമിച്ച് ജീവിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയ ശേഷം രണ്ടുപേരും ഒരേപോലെ ഇത് തുറന്നു പറഞ്ഞ ഇൻഡസ്ട്രി ഫ്രണ്ട്. വലുതായിട്ട് എഴുതിക്കോ, ഒളിഞ്ഞു നോക്കണ്ട കേട്ടാ. തീരുമാനിച്ചെന്ന് വെച്ചാല് കല്യാണം കഴിക്കാം. അതെ ഇൻഡസ്ട്രി ഫ്രണ്ട്, ഇൻഡസ്ട്രിയിലുള്ള രണ്ടുപേർക്ക് മ്യൂച്വൽ അറിയാവുന്ന ഫ്രണ്ടാണോ? നമ്മൾ ഒരുമിച്ച് നിങ്ങൾ പറഞ്ഞ ഒരു രണ്ടുപേരും കൂടെ friend പറഞ്ഞത്, ഒരുമിച്ച് പറഞ്ഞ ഇത് മേഘയ്ക്കുള്ള പണിഷ്മെന്റ്. ഒരു മിനിറ്റ്, എന്റെ ഓർമ്മക്കുറവാണെന്തോ. എനിക്കറിഞ്ഞൂടാ. ഒരു ക്ലൂ കൊടുക്കട്ടെ? വേണ്ട, എനിക്ക് പണിഷ്മെന്റ് തന്നേ പറ്റുള്ളൂ. ഇങ്ങനത്തെ പണിഷ്മെന്റ് ആയി കൊള്ളാറ്. ഇങ്ങനത്തെ അല്ല, ഇത് കുറച്ച് ഇനി അടുത്തത് കുറച്ച് കടന്ന കൈയാണ്. ഞാൻ എന്തായാലും ഒരു പേര് എഴുതാം. തോറ്റോ? ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്താ ഇത്? പറയട്ടെ. കാണിച്ചോ. നമ്മൾ വൈഷ്ണവി നമ്മള് തീരുമാനിച്ചത് പറഞ്ഞത് ആരോടാണ്? നമ്മള് വൈഷ്ണവി എടുത്ത് എപ്പോഴാ പറയണേ? കഴിഞ്ഞിട്ട് ശേഷമല്ലേ? അല്ലേ ചേച്ചി? എനിക്കറിയത്തില്ല. ചേച്ചി ക്വസ്റ്റ്യൻ ഒന്നും ചേച്ചിയോ? ഞാൻ പറഞ്ഞു സോറി സിസ്. തീരുമാനിച്ചത് നമ്മൾ അങ്ങനെ ആരോട് ഒഫീഷ്യലി പറഞ്ഞില്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒരു ധാരണയിലെത്തും. ഞാൻ വക്കീലായിട്ട് വരാം. നമ്മള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഞങ്ങള് വിളിച്ച് പറയണ ഒരു ആർട്ടിസ്റ്റ് വൈഷ്ണവിയാണ്. അതെന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ആ ഒരു ലീക്കായ സംഭവത്തിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചറിഞ്ഞത് ഒരു ആർട്ടിസ്റ്റ് ഇതാണ്. ഓക്കെ. എന്തായാലും രണ്ടുപേരും രണ്ട് ആൻസർ ആണല്ലോ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ തരൂല. ഇല്ല, കറക്റ്റ് ആൻസർ ഉണ്ടാവില്ല. അപ്പൊ മേഘ സൽമാനെ കുറിച്ച് 3 നുണകൾ പറയണം. അങ്ങനെ കാച്ചി സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, കയറില്ലാന്ന്. അതൊക്കെ സത്യമല്ലേ? സത്യം പറയണം, നുണ പറഞ്ഞു. ഒട്ടും ഫാഷൻ സെൻസ് ഇല്ല. പിന്നെന്താ, അഴുക്ക്, വെരി നെഗറ്റീവ് ക്യാരക്ടറാണ്. അഴുക്ക് ചെക്കൻ. പിന്നെ ഫുഡ്, ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ടേസ്റ്റ് ഒട്ടും ശരിയല്ല. ഓക്കേ. രണ്ടാമത്തേത് എന്തോ കുത്തി എനിക്ക് തോന്നിയത് അത് നീ ഒന്ന് നോർമലി പറഞ്ഞ, അധികം സ്ട്രെസ് ചെയ്യാണ്ട്, ഇല്ലെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. അഴുക്ക് ചെക്കനാണ്. അഴുക്ക് ചെക്കന്. നേരത്തെ പറഞ്ഞപ്പോ എന്തോ ഉള്ളിലൊരു കുത്തലേ. ഓക്കെ, അടുത്തത്. മേഘയ്ക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താണ്? രണ്ടുപേരും എഴുതണം. എഴുതണോ? പിന്നെ ഞാൻ പറയാൻ വേണ്ടി പേടിയുള്ളൊരു കാര്യം ഞാൻ കണ്ടു പണ്ടേ പേടിച്ചത് നിന്നെയാണ് അല്ലേ? ഇതെന്താ എനിക്കൊന്നും വരാത്ത? ഏറ്റവും മേഘയ്ക്ക് ലൈഫിൽ ഏറ്റവും പേടി എന്താ? ഏറ്റവും പേടി അല്ല, പേടി ഉണ്ടായിരുന്ന ഒരു കാര്യം. ഭയങ്കര പേടികളൊന്നും ഞാൻ കണ്ടില്ല, എന്നാലും ഒരു പേടി എട്ടുകാലി പാച്ചാന്നൊന്നും എഴുതല്ലേ ചേട്ടാ? ഇല്ല, അതിനേക്കാൾ ഭീകരമായ വല്ല കൊതുക് നാട്ടിൽ. ശരി, ചളി. ഒരു മിനിറ്റ്. ഓക്കെ, അഡീഷണൽ ഷീറ്റ് വേണോ?
എന്താ ഇത് നോക്കട്ടെ. സ്പീഡ് റീഡിങ്. റീഡിംഗ് അല്ല റൈഡിങ്. സ്പീഡ് റൈഡിങ്. സ്പീഡ് അല്ലെങ്കിലും ഏകദേശം ബൈക്ക് ചെരിച്ച് റൈഡിങ്. ഓക്കെ ഓക്കെ. എന്നാലും സ്പീഡ്, എന്നാലും ഒരു പണിഷ്മെന്റ് ഉണ്ട്. ഇല്ലല്ലോ. അല്ല, ചെരിച്ചോടിക്കണം. ഇത് എങ്ങനെയോ കൊട്ടേഷൻ വാങ്ങി നമ്മൾ തമ്മിൽ മനപ്പൊരുത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇത് സമ്മതിക്കില്ല. അല്ല, സ്പീഡിൽ പോവാന്ന് വെച്ചാ എന്താ? സ്പീഡിൽ പോവാ. സ്പീഡിൽ പോവാതെ നമ്മളിങ്ങനെ വണ്ടി ചെരിക്കണേ. ചെരിച്ച് പോകുമ്പോ എന്ന് പറയുന്നത് സ്കിഡ് എന്ന് പറയാ. പണിഷ്മെന്റ് ഉണ്ട്, എന്തായാലും പണിഷ്മെന്റ് ഉണ്ട്. ഇതെന്താന്നറിയോ? നിങ്ങളുടെ വെഡിങ് ന്യൂസിന് താഴെ നെഗറ്റീവ് കമന്റ് ഇട്ട ഒരാളാണ് ഞാൻ. ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ശ്രീനിവാസൻ ഒരു പടത്തില് ചോദിക്കണില്ല, റിസപ്ഷനിൽ പോയിട്ട് ഒലക്ക കിട്ടും. അങ്ങനെയല്ല, അങ്ങനെ നിങ്ങൾ കരുതുക. കരുതിയാ മതി, ശരിക്കും കരുതിയാ മതി. അപ്പൊ എന്നെ നേരിട്ട് നിങ്ങളിപ്പം കണ്ടു. അപ്പൊ നിങ്ങൾ എന്നെ എങ്ങനെയാണ് നിങ്ങൾ എന്നെ നേരിടാന്നല്ല, ഒരാളെ എങ്ങനെ കിട്ടി, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങൾ ചൂടാവണം. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, ഈ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയണം. പെണ്ണെന്നൊന്നും പറയണ്ട. ഞാൻ ഡീൽ ചെയ്ത് ഈ കുട്ടി ഭയങ്കര ചൂടാവും ചേട്ടാ. എന്താണ് ചേട്ടാ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ഒരാള് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞ ഒരാളെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ കിട്ടിയാണ്. ചേച്ചി ഒന്നുമല്ല, ചേച്ചി അമ്മായി ഒന്നും വിളിക്കാൻ പറ്റില്ല. നിങ്ങളല്ലല്ലോ കമന്റ് ഇടുന്ന ഒരു ചേച്ചിയല്ലേ? ചേച്ചിയല്ലേ, ഒരു കുട്ടി. താങ്കൾ ഭവതി, താങ്കൾ ആ കമന്റ് ഇട്ടത് വളരെ മോശമാണ്. ഓക്കെ, ഞങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ മുൻവിധിയോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? ഇത് കൊള്ളത്തില്ല. അപ്പൊ ചേച്ചിന്ന് വിളിച്ചാലും കൊള്ളൂല. അഭിനയിക്കണോന്ന് ചൂടായിട്ട് അഭിനയിക്കും. എന്തോ പറയിപ്പിക്കാനുള്ള പരിപാടിയാണ്. ചൂടാവും ഇങ്ങനെ. ശരിക്കും എടി വെറുതെ തോന്നിയ പോലെ കമന്റ് ഇടാനുള്ള പരിപാടിയാണെങ്കിൽ നിർത്തിക്കോട്ടോ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കുക. നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഞങ്ങളുടെ കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമില്ല. അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം. ഓക്കെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇനി തലയിട്ടം ചേച്ചി, ബാക്കി ഞാൻ അപ്പ പറഞ്ഞു. ഞങ്ങൾ പറയില്ല കേട്ടോ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങള് അതുമില്ല, ചേച്ചി ഞങ്ങള് നന്നായിട്ട് ജീവിച്ച കാണിക്കും, അത്ര. അതെ, അത് നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, എവിടെ പോയി? സൽമാനെ കാണുമ്പോൾ ഏത് സിനിമാ താരത്തിന്റെ ലുക്ക് ഉണ്ടെന്നാണ് ചിലരെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അത് ഞാനും എഴുതണോ? എഴുതിക്കോ. സെൽഫ് ലവ്. വലിയ കാര്യത്തിൽ എന്തോ എഴുതുന്നുണ്ട്. എന്തോ ഒപ്പിച്ചുള്ള എഴുത്താത് ഇത്രയും എഴുതുന്നുണ്ടെങ്കിൽ. എന്താണ്? DQ, പിന്നെ മണി ഹിസ്റ്റോ അല്ല, മങ്കിയുടെ ചെറിയൊരു കട്ട്. അത് രണ്ടാമത്തത്. ഓക്കെ, ഫസ്റ്റത്തെ ഏത് സൈഡിലാണോ അതറിയില്ലായിരിക്കും. കണ്ണടച്ച് നോക്കിയാ കറക്റ്റ് ആയിരിക്കും. ഇല്ല, ഉണ്ട്, എവിടേക്കോ ഉണ്ടല്ലേ. മീഷോ വാങ്ങിച്ച ദുൽഖർ. അതെ, ഇത് മീഷോ ദുൽഖർ. നിനക്കൊക്കെ മീഷോ മതി. അമ്മാലും സോഫി, അത് അമ്മാലൊന്നല്ലല്ലോ, മേഘയല്ലേ, ഇത് മതി. മേഘയ്ക്ക് ആരുടെങ്കിലും കട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഒരു സമയത്തിന് കട്ടുണ്ടെന്ന്, പിന്നെ ഒരു അനുഷ്കയുടെ കട്ടുണ്ടെന്ന് പറയും. അല്ല, എനിക്ക് സമാന്താന്റെ ഭയങ്കരത്തില് ഫീൽ ആയിട്ടുണ്ട്. എനിക്ക് അറിയില്ല, എവിടെയൊക്കെയോ ഉണ്ട് ആ ഒരു നോസ് പോർഷൻ, ഒരു ഇത്ര പോർഷന് സമാന്താന്റെ ഒരു ഭയങ്കരത്തിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഉറങ്ങുമ്പോഴേക്കും അങ്ങനെ തന്നെ. ആണോ? സമന്ത ഉറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? അത് ഞാൻ വെളിപ്പെടുത്തിയെങ്കിൽ സമന്ത എന്നോട് പിണങ്ങുന്നത് കൊണ്ട് ഞാൻ അത് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും. സമന്ത, ഞാൻ പറയില്ല കേട്ടോ, ട്രസ്റ്റ് മീ. ഇത് വേറെ എവിടേക്കോ. സമൂമോൾ, ഡോണ്ട് വറി. പോട്ടെ, കുഴപ്പമില്ലല്ലോ അല്ലേ? സമ്മൂനെ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലോ. സമന്താണ് ഞാൻ അങ്ങനെയാണ് വിളിക്കുക. ഞാൻ കൂടുമ്പോ ക്യാൻറ്റീനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആദ്യം കണ്ട ദിവസം മേഘ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് എന്തിനെ കുറിച്ചായിരുന്നു?
കണ്ട ദിവസമല്ല, പക്ഷെ ഞങ്ങൾ ആക്ച്വലി ടോക്ക് തുടങ്ങിയപ്പോ ഉള്ളത്. എന്താ ഓർമ്മയില്ലേ? എന്നെ ഓർമ്മയില്ല, അപ്പോഴാണ് പോവാൻ പോകുന്നത്. എനിക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ സംസാരിച്ച ഓർമ്മയുണ്ടോ? അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ നിന്റെ സംസാരത്തിന്റെ ആ ഒരു എൻജോയ് ചെയ്യുമ്പോ ടോപ്പിക് മറന്നുപോയി. സിഗ്മ അല്ലായിരുന്നു നീ അപ്പോ? സിഗ്മ എൻജോയ് ചെയ്യൂല, നീ അല്ലേ പറഞ്ഞ സിഗ്മ എല്ലാം ചെയ്യൂല. മറ്റേ നോൺ വെജ് ആരോ മുട്ടൊക്കെ കഴിക്കൂല, അതുപോലെ. അല്ല സോറി, വെജിറ്റേറിയൻ ആരോ മുട്ടൊക്കെ കഴിക്കൂല ചില ആൾക്കാർ, അതുപോലെ. അല്ല സോറി, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് നേരെ പറഞ്ഞു വിടണേ. ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു ടോപ്പിക്കും കിട്ടുന്നില്ല എനിക്ക്. അമ്പലത്തില് കല്യാണ സീക്വൻസ്, അമ്പലം, എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അയ്യോ പാസ്, എനിക്ക് ഒരു സാധനം. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കാം, നമുക്ക് പ്രശ്നമില്ല. എന്തായിരുന്നു സംസാരിച്ചത്? ക്രിക്കറ്റ്. ഓ മറന്നുപോയി. എന്നെ ഓർമ്മയില്ല, പിന്നെയല്ലേ എന്നെ തന്നെ ഓർമ്മയില്ല എന്നൊക്കെ. ഓക്കെ, അപ്പൊ പണിഷ്മെന്റ് ഉണ്ട്. പണിഷ്മെന്റ് എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നു എടുക്കട്ടോ. ഉറക്കത്തിൽ എഴുതിയോണ്ട് മറന്നു. പണിഷ്മെന്റ് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്തില്ല. അല്ല, എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ? പിന്നെ ഇത് എഴുതി വെക്കേണ്ട മറന്നുപോലെ. എന്തോരം ഇപ്പൊ എത്ര നേരം നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്, ഒരു മണിക്കൂർ തുടങ്ങിയതാട്ടോ. തന്നെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ? എന്റെ ബ്രെയിൻ എത്ര അത് ശരിയാണ്, ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് ഞാൻ പറയുന്നത് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, പാവാണ്, സമ്മതിച്ചു. സത്യങ്ങളൊന്നും വിളിച്ച് പറയല്ലേ, പാവ ഹേർട്ടോ. Made for each other. എന്താ പറഞ്ഞത്? ഈ കുട്ടി പാവാണ്, ഈ കുട്ടി അത്ര പാവൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് സത്യം പറയുള്ളൂ. ഞാനിവിടുന്ന് പോട്ടെ ഏട്ടാ, ഞാൻ ആരാ? അല്ലെങ്കിൽ ഞാൻ മറ്റേ യൂണിവേഴ്സിറ്റി കയറും. അതെ, ബേസിൽ. അയ്യോ, അത് നീണ്ട് അങ്ങ് ബോളിവുഡ് വരെ എത്തിയിട്ടുണ്ടത്. ഓക്കെ, അടുത്തത് പണിഷ്മെന്റ് ആണ്. കല്യാണ വാർത്ത നേരിട്ടോ ഫോണിലൂടെയോ അറിയിക്കാൻ വിട്ടുപോയൊരു ഫ്രണ്ടിനെ ലൈവായി വിളിച്ച് അനുഗ്രഹം തേടുക. ആരെ വിളിക്കും? വിളിക്കണ്ടവൻ ദുബൈയിലാണ്. അല്ല, അവനെ അറിയിച്ചല്ലോ. സെലിബ്രിറ്റി ആരെങ്കിലും എന്നെ ഒന്ന് അനുഗ്രഹിക്കണം, ഞാനൊരു ചെറിയൊരു തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അതിപ്പം അറിഞ്ഞു കഴിഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇതില്. പക്ഷെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞില്ല, പക്ഷെ അവരെന്തായാലും ഓഫ്കോഴ്സ് അറിഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ മതി. തനുവാമ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ഒപ്പിക്കാം. മോനെ തനു, എനിക്ക് കല്യാണത്തിന് മുമ്പ് അറിയിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കല്യാണം കഴിഞ്ഞോണ്ടെന്ന് ഒഫീഷ്യലായിട്ട് പറയാണ്, എന്റെ കല്യാണം കഴിഞ്ഞു, ഒന്ന് അനുഗ്രഹിക്കണം. ഇന്റർവ്യൂലാണോ? പോയിക്കോ, നീ വിളിക്കണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. ടാറ്റാ, ബൈ ബൈ. ഓക്കെടാ. ഈ തെറിയിപ്പിക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ? ഇത് കട്ട് ചെയ്യരുത്. പക്ഷെ ബീപ്പ് ചെയ്യണോ? എന്തിന്റെ കേടായിരുന്നു എനിക്ക് ഇവരെ വിളിക്കാൻ. സന്തോഷായില്ലേ? എനിക്ക് ഭയങ്കര സന്തോഷായി. ചേച്ചിക്ക് സന്തോഷായില്ലേ? സന്തോഷായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ വെറൈറ്റി പണിഷ്മെന്റ്സ് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. എക്സൈറ്റഡ് അല്ലേ നിങ്ങൾ? വേർക്കുന്നുണ്ടോ? അവന്റെ തെറിവിളിയിലാണോ വല്ലാണ്ട് അങ്ങ് വേർത്ത് പോയി. നല്ല ചക്കനായിരുന്നു, എന്ത് പറ്റിയെന്നറിയാം. വഷളായി, അവനൊന്ന് കാണണം. തനു എന്റെ കൂടെ സീരിയൽ ഇത് തന്നെ. ഇപ്പൊ അകലെ എന്ന് പറഞ്ഞിട്ടുള്ള സീ കേരളത്തിലെ ഹീറോ തനുജ്. അതെ, ഡോണ്ട് വറി, ബാക്കി നമ്മൾ ഏറ്റു വെച്ചോ. അവന്റെ അഡ്രസ് അടക്കം വെക്കണം, അവൻ അങ്ങനെ തന്നെ വേണം.
മേഘയെ ഏത് വേഷത്തിൽ കാണാനാണ് സൽമാൻ ഇഷ്ടം? ഏത് കഴിഞ്ഞോ? ഓക്കെ, കണ്ടേ. കുളിച്ച തലയിൽ ടവൽ കെട്ടി ഇൻ സാരി, ലോങ് ഗൗൺ ടൈപ്പ് ഡ്രസ്. അതെനിക്ക് ഇഷ്ടമില്ലടാ. രണ്ടും എന്റെ ഫേവറേറ്റ് ആണ്. കുളിച്ച് വരുമ്പോ കാണാനാണോ ഏറ്റവും ഇഷ്ടം? അല്ല, തലയിൽ കെട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, സീഡിലെ ടൈമില് നമ്മൾ ബാക്കിൽ ഇങ്ങനെ തോർത്ത് വെച്ച് കെട്ടില്ല, അപ്പൊ അങ്ങനത്തെ സീനൊക്കെ വരുമ്പം പറയാറ് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, പക്ഷെ പണിഷ്മെന്റ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പണിഷ്മെന്റ് ഉണ്ട്, അതിനൊരു മാത്രമല്ല. ഓ, ഇതൊരു ആക്ടിങ് സെഗ്മെന്റ് ആണ്, അടിപൊളി ആക്ടിങ് ആണ്. എന്താണെന്നറിയോ? നീ ഇല്ലാതെ ഇനി എനിക്ക് ജീവിതമില്ല, കംപ്ലീറ്റ് ദ സ്ക്രിപ്റ്റ്. ഇത്ര ഞാൻ ഒരു ഹിന്റ് തന്നിട്ടുണ്ട്, ബാക്കി കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇടാം. മീൻസ് കുറച്ച് ഡയലോഗ് ചേർത്ത് പറയണോ? ആരാ പറയണ്ടേ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. നീ സ്റ്റാർട്ട് ചെയ്തോ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല, അതിനി എന്ത് സംഭവിച്ചാലും ശരി, അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെ രണ്ട് വാക്കിലൊന്നും പറഞ്ഞതാക്കണം, കുറച്ച് ഉള്ളിന്ന് വരട്ടെ. എന്താണ് ഉള്ളി വരാ? ഉള്ളി അല്ല, പറ പറയണ ഞാൻ പറ. സോറി, എന്തായിരുന്നു സ്റ്റാർട്ടിങ്? നീ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. ഇത്രയും കാലം ഒറ്റക്ക് ജീവിച്ചു, ഒറ്റക്ക് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ. നീ ലൈഫിൽ വന്നതിന് ശേഷമാണ് ആ ചിന്തകളൊക്കെ മാറി തുടങ്ങിയത്. സോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ഇനി ആകാശം ഇടിഞ്ഞു വീണാലും, ഇനി നീ ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്കും അതേപോലൊക്കെ തന്നെയാണ്. ലൈഫ് തീർന്നു, ഇറ്റ്സ് എ ഹെൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കൊരു പീസായിട്ടും എൻ്റെ ഹാപ്പിനെസ് ആയിട്ടും എനിക്കൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നതും എനിക്ക് കാണിച്ചു തന്നതും കാണിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തതും ഒക്കെ പാച്ചാണ്. സോ എനിക്ക് നീ ഇല്ലാതെ ഇനി ഒരു ജീവിതമേ ഇല്ല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി എന്ന് പറഞ്ഞത്, അതാണ് നീ ഉദ്ദേശിച്ചത്? ഇടയ്ക്ക് കുറച്ച് സീരിയസ് ആയി പോയോ എന്നൊരു സംശയം. മേഘ പറയുമ്പോ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടായിരുന്നു പറയുന്നത്. ഞാൻ സത്യങ്ങൾ പറഞ്ഞു. അടിപൊളി അടിപൊളി. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവരോട് പറയാം, എനിക്ക് ഞാൻ കാണിച്ചു തരാടി, അത് ഈ കാണിച്ചു തരാൻ ഇങ്ങനെയാണ് ഇവളെ എടുത്തത് എനിക്ക് അറിഞ്ഞത്. ഓക്കെ, അടുത്തത്. മേഘയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഐസ്ക്രീം ഫ്ലേവർ ഏതാണ്? സ്ട്രോബെറി ബട്ടർ സ്കോച്ച്. ഇത് ഇഷ്ടമില്ലാത്തതല്ലേ? ഇഷ്ടമില്ലാത്തല്ലേ ചോദിച്ചേ? സോ സാഡ്. ചോദ്യം തെറ്റി. ഞാൻ ചോദിച്ചെന്താണ് ഏറ്റവും ഫേവറേറ്റ്? അതെ, അതിൽ എഴുതിയത് അങ്ങനെയാണെങ്കിൽ വായിക്കേണ്ട അങ്ങനെയല്ല, ഇഷ്ടമില്ലാത്തതാണ്. സത്യം പറയട്ടെ, അതിനുള്ള പണിഷ്മെന്റ് തീർന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ സ്പോട്ട് ആയിട്ട് തരാം. ഓ യാ, സോറി. ഇഷ്ടമല്ല സ്ട്രോബെറി. ബട്ടർ സ്കോച്ച് ഞാൻ തന്നെയാണ് വാങ്ങിക്കൊടുക്കാറ്. എന്നിട്ട് സാരില്ല സാരില്ല, സമയമുണ്ടല്ലോ. 3 ദിവസമായിട്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞോണ്ട് തെറ്റിച്ചത്. അതെ അതെ, കണ്ണ് വരണ്ടെന്ന് വിചാരിച്ചു നീ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഈ പണിഷ്മെന്റിന്റെ പേരാണ് റൊമാൻസ് എവർ ആൻഡ് എവർ. അപ്പൊ ഞാനാണെങ്കിൽ എന്തായാലും കുറച്ച് വാക്കുകൾ പറയും. ആ വാക്കുകളിൽ നിങ്ങൾക്ക് ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റൊമാൻറ്റിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്ത് ഇതാണെന്ന് പറയണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് സോങ് 1 2 3. വിഴിമൂടി. അങ്ങനെ അറിയായിരുന്നു? കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് സോങ് ആണ്, ഫേവറേറ്റ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഫേവറേറ്റ് സോങ് ആണ്. ഓക്കെ, അടുത്തത് ബുക്ക് 1 2 3. ബാലരമ. അതേ അറിയുള്ളൂ എനിക്ക്. നശിപ്പിച്ച് വേറെ ബുക്കിനെ കുറിച്ച് എന്താ പറയാ? ഓക്കെ, നമ്മുടെ ബാക്കി അടുത്ത എഫോർട്ട് എടുത്തോട്ടോ. അടുത്തത് ഇത് എക്സാം ടെസ്റ്റ് പേപ്പർ എഴുതിപ്പിക്കണ പോലെ ഉണ്ട് ഇപ്പൊ. ആണ്, ഇത് പേടിച്ചാണ് സ്കൂളിൽ പോകാത്ത. അപ്പോഴേക്കും ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കണം. ഓക്കെ, സൽമാന് ദേഷ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക്. ഇതാ
ഒന്നല്ല ഇത് രണ്ടിലും അധികം വരാറ്. ഒരു മാച്ചും ഇല്ല. വാട്ട് ദ ഹെൽ ഡാം. നിങ്ങൾ സംസാരിക്കാറില്ലേ അപ്പോ? ഞങ്ങള് മലയാളത്തിലാണ് സംസാരിക്കാറ്. മാതൃഭാഷ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ. ഓക്കെ, അപ്പൊ അടുത്ത പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന സൽമാനാണ്. അപ്പൊ സൽമാൻ ഒരു പാട്ട് പാടാം. ഒരു പാട്ട്. ഹാപ്പിനെസ് ഉണ്ടോ? അടുത്ത നാളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം. അത് വേണ്ട. ഇതെന്താ പണിഷ്മെന്റ് ആണ്, അപ്പൊ തെറ്റിക്കരുത്. ഓക്കെ, ഓക്കെ. விழிமூடியோசித்தாலங்கேயும் வந்தாய் முன்னே முன்னே தனியாக பேசிடும் சந்தோஷம் தன்னா பெண்ணே பெண்ணே அடி இது போல் மழைக்காலம் என் வாழ்வில் வருமா மழைக்கிளியே மழைக்கிளியே உன் கண்ணை கண்டேனே விழி வழியே விழி வழியே நான் என்னை கண்டேனே செந்தேனே. അടിപൊളി അടിപൊളി അടിപൊളി. മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ? ആണോ? മേഘ പാടുവോ? മേഘ പാടൂല. പാടൂലേ? കേൾക്കാറേ ഉള്ളൂ. അല്ല, നമുക്ക് ആ ഒരു കഴിവും കൂടെ നമുക്ക് പുറത്ത് കൊണ്ടുവരാം അടുത്ത മനുഷ്യൻ. ഓക്കെ, അടുത്തത്. സൽമാന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു യൂത്ത് ഐക്കൺ ഇൻ മലയാളം സിനിമ. Oh, the same. Same but different. DQ. അതെന്താ ദുൽഖറിനെ ഇഷ്ടപ്പെടാൻ ഇത്രയും കാരണം? ആക്ച്വലി ഐ ലവ് മമ്മൂക്ക. ആ ലെഗസി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് പുള്ളിൻ്റെ അടുത്തൊരു ഇഷ്ടം വന്നു DQവിൻ്റെ അടുത്ത്. പിന്നെ ഐ ലവ് ഈവൻ ദോ പുള്ളി മമ്മൂക്കാൻ്റെ മകനായിട്ടാണ് വന്നതെങ്കിൽ പോലും സെൽഫായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റൈൽ, ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു സ്വാഗ് ഭയങ്കര രസമാണ് കാണാൻ. എവറിത്തിങ്, ദ വേ ഓഫ് ഡ്രസ്സിങ് ആണെങ്കിലും ഫാഷൻ സെൻസ് ആണെങ്കിലും എന്താ പറയുക, പുള്ളിൻ്റെതായിട്ടുള്ള ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടോന്ന് വെച്ചാൽ ടു ബി ഫ്രാങ്ക് ഫീൽഡിൽ വരുന്നതിന്റെ മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോഴും ഇഷ്ടമാണ്. അല്ല അങ്ങനല്ല, ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ആ കമ്പാരിസൺ വരുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭയങ്കര കമ്പാരിസൺ വരാറുണ്ട്. എനിക്ക് കിട്ടാറുണ്ട് അങ്ങനത്തെ ഒരു കോംപ്ലിമെന്റ്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണെങ്കിലും പ്രൊഫഷണലി എനിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാതെ അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. പിന്നെ സത്യം പറഞ്ഞെങ്കിൽ ചില സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, DQവിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ടോ എന്നുള്ളൊരു സാധനം വരാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഞാൻ പുള്ളിക്കാരനെ കൂടെ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കമ്പാരിസൺ പ്രൊഫഷണലി ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രൊഫഷണലി ആ കമ്പാരിസൺ എന്റെ ഒരു ഐഡന്റിറ്റി ഇല്ലാതാക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖറിനോട് കാര്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദുൽഖർ എപ്പോഴെങ്കിലും റെസ്പോണ്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പുള്ളീന്റെ അടുത്ത് അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളീന്റെ ബോഡി ഡ്യൂപ്പായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യുന്ന കൂട്ടത്തില് പുള്ളീന്റെ പോർഷൻസ്, പുള്ളിയിട്ട കോസ്റ്റ്യൂംസ് ഒക്കെ, പുള്ളിയിട്ട കോസ്റ്റ്യൂം അല്ലെങ്കിൽ പുള്ളീന്റെ ആ ഒരു ബോഡി ഡ്യൂപ്പായിട്ടൊക്കെ 1-2 സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുൽഖർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മളെ കാണാൻ ഒരേപോലെ ഉണ്ട്? ഇല്ല, പക്ഷെ നോക്കി നിന്നിട്ടുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് എനിക്കൊരു വെല്ലുവിളിയാവും. അപ്പോ അങ്ങനെ നോക്കുന്നതും ഒന്ന് നോട്ടീസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ പുള്ളിന്റെ കൂടെ നിന്നിട്ട് പിക്ചറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സമയം, അത് ഷോർട്ടിന്റെ ഇടയിലായിരുന്നു. ആണോ? അപ്പൊ ഇതിന് പണിഷ്മെന്റ് ഇല്ല. 2 പ്രാവശ്യം ദുൽഖർ രക്ഷിച്ചു. ഓക്കെ, അടുത്തത്. നിങ്ങളുടെ കല്യാണ വാർത്തയ്ക്ക് താഴെ വന്ന അസഹനീയമായ ഒരു വിമർശനം. അവൾ ഇനി ചാക്കിലാവും, ഇനി അവൾ ചാക്കിൽ കേറും. സീരിയസ്ലി ഭയങ്കര ഇൻടോളറൻസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒന്ന് ആ ടേം യൂസ് ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല. ഒരു ഡ്രസ്സും ആരുടെയും നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇപ്പൊ പർദ്ദ ഇടുന്നുണ്ടെങ്കിലും
അത് നല്ല കാര്യമല്ലേ പറയണുള്ളൂ. ശരീരം നിങ്ങളെ തുറന്ന് കാണിച്ചിട്ട് അത് നിർബന്ധിച്ചിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ദുബൈയിലായപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു പർദ്ദ സാധനങ്ങളും അതൊക്കെ അത് ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ ഇത് മാറ്റാനുള്ള ഒരു സൂചനയായിട്ട് ആൾക്കാർ എടുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഈ സംഭവം വന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യം സംസാരിക്കുന്ന സമയത്തും പുള്ളി ഈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ടും ഈ അറബി കുട്ടികളുടെ മേക്കപ്പ് അല്ലെങ്കിൽ ഈ അവരുടെ ഡ്രസ്സിങ്, കളർഫുൾ പർദാസ്, ഇതിനെക്കുറിച്ചൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ജസ്റ്റ് ബേസിക് ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ദുബൈലിന്റെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരാളാണ്. അപ്പൊ ഇനി പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടെങ്കിൽ അത് ഇവള് മാറി, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ മാറി, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വരേണ്ട ആവശ്യമില്ല. ഇപ്പം പർദ്ദ ഇട്ടത് കൊണ്ട് മുസ്ലിം ആവൂല, പർദ്ദ ഇടാത്തത് കൊണ്ട് മുസ്ലിം ആവൂല. ഇപ്പൊ എന്ത് ചെയ്താലും അതിനൊരു ബേസിക് കാര്യം സംഭവമൊന്നുമില്ല. ഇപ്പൊ എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, ഹിന്ദുസ് ആണ്. അവർ ദുബായിൽ പോയ സമയത്ത് വെറുതെ ഇപ്പൊ നമ്മൾ കാശ്മീർ പോകുന്ന സമയത്ത് കാശ്മീർ ഡ്രസ്സ് നോക്കാറുണ്ട്, നമ്മൾ ഇടാറുണ്ട്. ഞാൻ ഒരുപാട് ആൾക്കാരെ ടൂറിസ്റ്റുകൾ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാരണം കാശ്മീരി ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ ഫാമിലി ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ടോ, അല്ലെങ്കിൽ ദുബൈയിൽ പോകുമ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ടോ, അത് അങ്ങനെ ഒരു ടോക്സിസിറ്റി വേയിൽ കാണേണ്ട ആവശ്യമില്ല ആക്ച്വലി. അത് അവിടെ പോയതുകൊണ്ട് ഒന്നിട്ട് കംപ്ലീറ്റ് ഞാൻ അവളുടെ അടുത്ത് അവൾ എൻ്റെ അടുത്തേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഒരു പ്രാവശ്യം ട്രൈ. ഞാൻ പറഞ്ഞു നീ ട്രൈ ചെയ്താലും പിക്കൊന്നും ഇടല്ലോ മോളെ, ആൾക്കാർ അതിനെ അതെടുത്ത് പറയും. അപ്പൊ ഇവിടെ വെച്ചാൽ ആൾക്കാർ എന്ത് പറയാൻ. ഇപ്പൊ ഞാൻ ഇതിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഇപ്പൊ ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ സാരിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു പൊട്ട് വെച്ചാൽ ഒരു ദിവസം ഞാൻ മുസ്ലിമും ഒരു ദിവസം ഞാൻ ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ സീരിയലിൽ ലക്ഷ്മി ക്യാരക്ടറിൽ ഒരുപാട് പൊട്ട് വെച്ചിട്ടില്ല. ഞാൻ സാരിയും ഹാഫ് സാരിയാണ് യൂസ് ചെയ്ത കോസ്റ്റ്യൂമായിട്ട്. അപ്പം എൻ്റെ കല്യാണത്തിന് ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് വേണം എന്ന് ഒരു വിചാരിച്ചിട്ട് ഞാൻ പൊട്ട് തൊട്ടില്ല. അതിനും ഒരുപാട് ആൾക്കാർ കണ്ട് അവൾ പൊട്ട് തൊട്ടില്ല, അവൾ മതം മാറി. അവൾ ഇപ്പോഴേ പൊട്ട്, ഇവള് നോർമലി പുറത്ത് പോകുന്ന സമയത്ത് പൊട്ടിടാറില്ല, ആ ക്യാരക്ടറിനാണ് ഇടാറില്ല. പിന്നെ ഒക്കേഷനലി എന്തെങ്കിലും ഡ്രസ്സിങ് ചെയ്യുമ്പോൾ ഇനോഗ്രേഷന് പോകുമ്പോൾ ഗസ്റ്റ് ആയിട്ട് ട്രഡീഷണൽ ഡ്രസ് ആണെങ്കിൽ അതിന് മാത്രമേ ഇടാറുള്ളൂ. നോർമൽ ഡ്രസ്സിലൊന്നും ഇപ്പോഴും അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സിലൊന്നും ഇടാറില്ല. അപ്പൊ കല്യാണത്തിനും അവളെന്തോ എനിക്കറിയില്ല ഇട്ടിട്ടില്ല. പക്ഷെ അത് ഇത്രയും നോട്ടഡ് ആവുന്നുള്ളതും പിന്നെ ഈ ഒരു കമന്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിന്നെ പർദ്ദ ഇടൂ എന്നുള്ളതിന് ഇത്രയും ഇൻടോളറൻസ് വരേണ്ട സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അത് ഇപ്പൊ നാളെ അവൾക്ക് പർദ്ദ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണ്ടാന്നും ഞാൻ പറയില്ല, നിർബന്ധിക്കൂല്ല. അവളൊന്ന് ഇട്ടിട്ട് നോക്കിക്കോട്ടെ, അവളിന് ഇടാതിരുന്നോട്ടെ, രണ്ടും അവളുടെ ഇഷ്ടമാണ്. അത് ഇടാനും ഞാൻ നിർബന്ധിക്കില്ല. ഇപ്പൊ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ഞാൻ പറയില്ല. അപ്പം ഈ ഒരു ടേം യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരത്തില് മോശമായിട്ടാണ് സംസാരിച്ചത്. ചാക്കിൽ കയറുന്നു പറഞ്ഞിട്ട് എന്താക്കി ഇവന്മാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാം അയച്ചിട്ട് നടക്കാനൊന്നല്ലല്ലോ പറയുന്നത്, നല്ല കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അവള് ചെയ്യട്ടെ, വേണ്ടെങ്കിൽ അവള് ചെയ്യാൻ. അവള് ചെയ്താലും ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ കൺവേർട്ട് ആയതൊന്നും വിചാരിച്ചിട്ട് അലമ്പാക്കരുത്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഇതിനകത്ത് പണിഷ്മെന്റ് ഇല്ല കേട്ടോ. അയ്യോ ഇല്ലേ, പറ്റി എന്താ അത് കറക്റ്റ് അല്ലേ? ഏതോ ഒരുത്തൻ കാരണം നിങ്ങൾക്ക് പണിഷ്മെന്റ് ഒഴുകില്ലേ? ഓക്കെ, അടുത്തത് സൽമാന്റെ ക്യാരക്ടറിൽ ഉണ്ടാവണമെന്ന് മേഘ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച്. ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. ഡ്രസ് വലിച്ചിടുന്നത്, ട്രസ്റ്റിംഗ് പീപ്പിൾ ടു മച്ച്. ഡ്രസ് വലിച്ചിടുന്നത് അങ്ങനല്ല, ഞാൻ വന്നിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് ടേബിളിന്റെ മുകളിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് പോകും. അപ്പൊ ഇവളെന്ന് വെച്ചാൽ ഭയങ്കരത്തിൽ സെറ്റ് ചെയ്യുന്നതിന്റെ ആളാണ്, എല്ലാം പ്രോപ്പറായിട്ട് നല്ല നീറ്റായിട്ട് വെക്കും. അപ്പൊ ഇവള് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഞാൻ പെട്ടെന്ന് പുറത്തോട്ട് വന്നിട്ട് ജിമ്മിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെക്കണത്. അപ്പൊ ഇവള് പറയും അങ്ങനെ വെക്കല്ല പാച്ചൊക്കെയാന്ന് പറയും. അപ്പം ഇവള് ഈ കല്യാണത്തിന്റെ മുമ്പേ തന്നെ എൻ്റെ ഫ്ലാറ്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് കാണുമ്പോൾ എപ്പോഴും പറയും അങ്ങോട്ട് തിരിച്ച്. അപ്പം ഡൈനിങ് ടേബിളിൽ ഓരോ ചെയറിന്റെ മുകളിൽ ഓരോ ഡ്രസ്സ് ഉണ്ടാവും. കാരണം സിംഗിൾ ലൈഫ് അല്ല, ബാച്ചലർ ലൈഫ് എങ്ങനെയാന്ന് അറിയാലോ. പിന്നെ എനിക്ക് 2 ബെഡ്റൂം ആണ്. അതിലൊന്ന് ഞാൻ എന്റെ മാസ്റ്റർ ബെഡ്റൂം ഞാൻ ഉറങ്ങുന്നത്, മറ്റേതിൽ മൊത്തം. ഒന്നാമത് ഞങ്ങൾ ഈ സീരിയലിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെയാണ് വാങ്ങുന്നത്. അപ്പൊ അതും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും ഞാൻ എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് എനിക്ക് ഈ മിക്സ്ഡ് അപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് വേറെ, ഷൂട്ടിന് വേറെ, ജിമ്മിന് വേറെ, ഇപ്പൊ രാത്രി ഉറങ്ങുന്ന സെക്ഷൻ വേറെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ റാൻഡം ആയിട്ട് യൂസ്, അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് എല്ലാം ഞാൻ തിരിച്ച് ചിലപ്പോൾ എടുത്ത് വെക്കൂല. അപ്പോൾ ബെഡിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പിന്നെ പുതിയത് നമ്മൾ ഇടക്കിടക്ക് പുറത്ത് പോകുമ്പോൾ